ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറയുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാ. പ്രായവും അനുഭവസമ്പത്തുള്ള ഒരു വീട്ടമ്മയല്ലേ അമ്മ. ആദ്യമായി അങ്ങനെയുള്ളൊരു ഗൃഹനാഥ കാലുകുത്തുന്നതല്ലേ നല്ലത്. അതൊക്കെ സ്വന്തം പണം ചെലവാക്കി വെക്കുന്ന വീട്ടിലേക്ക് മതി. മനോജ് ഒന്ന് വന്നേ. ഞാനിപ്പോ വരാമേ. പുതിയ വീടിന് കണ്ണ് തട്ടാതിരിക്കാനായി ഒരു നോക്കൂത്തി വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഭർത്താവ് തന്നെ നോക്കൂത്തി എത്തിച്ചല്ലോ. നന്നായി. ഹരിത, നീ എന്തേ പറയുന്നേ? മോൾക്കും ഭർത്താവിനും കൂടെ താമസിക്കാനാ അച്ഛൻ വീടെടുത്ത് തന്നിരിക്കുന്നത്. അമ്മായി എന്ന വിഴുപ്പ് ഭാണ്ഡം കൂടി ചുമക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹരിത, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛൻ്റെ അമ്മയുടെയും ചെലവ് ഒരുമിച്ച് വഹിക്കാൻ കഴിയില്ലെന്ന് പ്രകാശേട്ടൻ വാശി പിടിച്ചപ്പോ എനിക്ക് അമ്മയെ കൂടെ ഇങ്ങോട്ട് കൂട്ടേണ്ടി വന്നു. കുറച്ചു ദിവസം അമ്മ ഇവിടെ താമസിച്ചോട്ടെ. അത് കഴിഞ്ഞ് എങ്ങനെയും ഇവിടുന്ന് ഒഴിവാക്കാനുള്ള വഴി നോക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു നിമിഷം പോലും ആ തൊള്ള ഇവിടെ നിർത്താൻ പറ്റില്ല. ഹലോ അപ്പച്ചി. നീ പുതിയ വീട്ടിലെത്തിയോന്നറിയാൻ വിളിച്ചതാ മോളെ. പുതിയ വീട്ടിലൊക്കെ എത്തി. പക്ഷെ മുറ്റത്ത് കാല് കുത്തിയപ്പോ തന്നെ കണ്ടതേ അപശകുനോ അപ്പച്ചി. മനോജ് അവന്റെ നശിച്ച തള്ളിയും കെട്ടിപ്പേറിക്കൊണ്ടാ വന്നിരിക്കുന്നത്. ആര്? ചന്ദ്രിക? ആ അതെ. അവള് മകന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതായിരിക്കും. അത് കഴിഞ്ഞങ്ങ് പൊക്കോളും. ഇല്ല അപ്പച്ചി, തൊള്ളയും കൂടെ ഇവിടെ താമസിപ്പിക്കണമെന്നാ മനോജ് പറയുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്താ വേണ്ടേന്ന് അപ്പച്ചി എന്നെ പറ. അപ്പച്ചി എന്താ ഒന്നും പറയാത്ത? തല്ലിയിറക്കൊന്നും വേണ്ട. ശൂലം പിടിച്ചവളാ ചന്ദ്രിക. അവളിപ്പോ ഒന്നും നന്നായി മോളെ. അവിടെ വീട്ടുവേലക്കാരെ ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. നിനക്കാണെങ്കിൽ ഒന്നും അറിയേയില്ല. പരിചയസമ്പന്നയായ അടുക്കളക്കാരിയാണല്ലോ ചന്ദ്രിക. അല്ല, വേലക്കാരിയായിട്ട് നിന്നോട്ടെ. അവള് നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി പകരം ചോദിക്കാനുള്ള അവസരവാ കൈവന്നിരിക്കുന്നത്. എല്ലു മുറിയെ പണിയെടുപ്പിക്കണം. പണി ചെയ്ത് വശം കെട്ട് അവള് താനേ ഇറങ്ങിപ്പോകും. അപ്പോ നീയായിട്ട് ഇറക്കി വിട്ടെന്നും ആവില്ല. ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പച്ചി. ആടിനെ പോലെ പണിയെടുക്കുന്ന ചന്ദ്രികയെ പോലെ ഒരു വേലക്കാരിയെ ഇനി വേറെ കിട്ടാനും പോകുന്നില്ല. തള്ളയെ കൂടെ അക്കോമഡേറ്റ് ചെയ്തേക്കാം. എന്താ? രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേക്കടി. ആദ്യം സ്നേഹത്തിന്റെ വഴി, പിന്നെ പീഡനത്തിന്റെ വഴി നീ ചന്ദ്രികയ്ക്ക് കാണിച്ചു കൊടുക്കണം. ചന്ദ്രിക അവസാനം ഓടണം. ഓടി ഓടി അവളുടെ ജീവിതം അവസാനിക്കണം. അന്യരുടെ വീട്ടിൽ കയറി കളിച്ചാലുള്ള അനുഭവം അവള് പഠിക്കണം. അതൊക്കെ ഞാൻ ഏറ്റപ്പച്ചി. പിന്നെ ചില ഉപദേശങ്ങൾക്കൊക്കെ ഞാൻ അപ്പച്ചി വിളിക്കും. സഹായിക്കണം. നന്നായി. നിനക്കെപ്പോ വേണമെങ്കിലും വിളിക്കാം. അപ്പൊ നീ തുടങ്ങിക്കോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ അപ്പച്ചി, താങ്ക് യു. വാ. എന്തൊക്കെയായാലും കുറച്ചു കാലം എനിക്കും വെച്ച് വിളമ്പി തന്ന അമ്മയല്ലേ. ആ നന്ദി ഞാൻ മറക്കുന്നില്ല. അമ്മ ഇവിടെ കഴിഞ്ഞു. വാമേ, കേൾക്കും. ഒരു വെടിക്കെട്ടിന് തീ കൊളുത്തിക്കഴിഞ്ഞു. ഇനി അതവിടെ കിടന്ന് പോകഞ്ഞോളൂ.
ഹരിത ഒന്ന് പറഞ്ഞോട്ടെ. എന്തായാലും അമ്മയും നമ്മുടെ ഒപ്പം വന്നിരിക്കുവല്ലേ. വീടിന്റെ വാതിൽ തുറന്ന് ആദ്യമായി വലതുകാല വെച്ച് കയറുന്നത് അമ്മ തന്നെ ആയിക്കോട്ടെ. പിന്നാലെ നമുക്കും കയറാം. അങ്ങനെ ആചാരവിധി പ്രകാരമുള്ള ഗൃഹപ്രവേശന ചടങ്ങൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഹരിത, ഞാൻ പറയുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാ. പ്രായവും അനുഭവസമ്പത്തുള്ള ഒരു വീട്ടമ്മയല്ലേ അമ്മ. ആദ്യമായി അങ്ങനെയുള്ളൊരു ഗൃഹനാഥ കാലുകുത്തുന്നതല്ലേ നല്ലത്. അതൊക്കെ സ്വന്തം പണം ചെലവാക്കി വെക്കുന്ന വീട്ടിലേക്ക് മതി. ഇതെന്റെ അച്ഛന്റെ ചെലവിൽ കിട്ടിയിരിക്കുന്ന വീടാ. ഇവിടെ ഈ സ്ത്രീ വലതുകാല് വെച്ച് കയറി വന്നിട്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അമ്മ എന്താ അവിടെ നിന്ന് കളഞ്ഞേ? വാമേ. അമ്മ അകത്തേക്ക് കയറ്. കൊള്ളാം മോനെ, നല്ല വീട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹരിത എവിടെ പോയി? അമ്മ ഇരിക്കെ, ഞാൻ നോക്കിട്ട് വരാം. എന്തു പറയുന്നു? ഇതുപോലൊരു വീട് 7 ജന്മം ജനിച്ചാലും നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നിന്റെ ഏട്ടത്തിയായ സുചിത്രേച്ചിക്കും കഴിയില്ല. സൗകര്യം പോലെ നിന്റെ സുചിത്രേടത്തിയെ കൊണ്ടുവന്ന് ഈ വീടൊന്ന് കാണിച്ചു കൊടുക്കണം.